പ്രിയമുള്ളവരെ, ഇന്ന് മാർച്ച് 19 സഖാവ് EMS ദിനമാണ്. ലോക ചരിത്രത്തിൽ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന ഒരു സംസ്ഥാനം 1957 സഖാവ് EMS നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് മഹത്തായ പ്രഖ്യാപനങ്ങളാണ് ജന്മിത്വത്തിനെതിരെയും കുടിക്കടപ്പ് അവകാശ നിയമം കൊണ്ടുവരികയും അതുപോലെ തന്നെ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുകയും എല്ലാവർക്കും പഠിക്കാനുള്ള അവകാശം വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തു. നമുക്കറിയാം, 2016 സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ 600 വാഗ്ദാനങ്ങൾ പറഞ്ഞു. അതിൽ മഹത്തായ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ തന്നെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനാണ്. UDF കാലഘട്ടത്ത് 600 രൂപ പെൻഷൻ 18 മാസം കൊടുക്കാതെ വരികയും ഈ പെൻഷൻ തുക കൊടുത്തു തീർക്കുകയും അതുപോലെ തന്നെ 2025 ആകുമ്പോൾ അത് 2000 രൂപയായി വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട ആളുകൾക്ക് 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ വീട്ടമ്മമാർ, വീടുകളിൽ പണിയെടുക്കുന്ന വീട്ടമ്മമാർക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെൻറ് 34 ലക്ഷത്തോളം വരുന്ന വീട്ടമ്മമാർക്കാണ് 1000 രൂപ പെൻഷൻ നൽകി വരുന്നത്. മൂന്നാമത് കണ്ടക്ടർ വർക്ക്, അതായത് ഡിപ്ലോമ മറ്റ് PG കോഴ്സുകൾ പാസ്സായ കുട്ടികൾ നൈപുണ്യമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന യുവാക്കൾക്ക് 5 ലക്ഷത്തോളം വരുന്ന യുവാക്കൾക്ക് 1000 രൂപ പദ്ധതിയാണ്. ഇങ്ങനെ ക്ഷേമ സുരക്ഷാ മേഖലകളിൽ വികസന പ്രവർത്തനം നടത്തി വരുന്നതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലും ഒട്ടനവധി മാറ്റങ്ങളാണ് ഈ 10 വർഷം കൊണ്ട് ഗവൺമെൻറ് നടപ്പിലാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും 3ാം തവണയും സഖാവ് പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരണം.